നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയും ഒരാഴ്ച സമയമുണ്ട്. കുടിശ്ശിക ഉൾപ്പെടെ 15 ലക്ഷം രൂപ സെറ്റിൽ ചെയ്താൽ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കാം. അയ്യോ സാറേ, 15 ലക്ഷം. ക്യാഷ് ബാങ്കിൽ അടയ്ക്കാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിൽ ജപ്തി ഉറപ്പായിട്ട് നടന്നിരിക്കും. അയ്യോ അയ്യോ മോളെ, അയ്യോ അമ്മേ, അമ്മേ, അമ്മ ഇരിക്ക്, ഇരിക്ക്. അമ്മേ, അമ്മ എന്ത് പറ്റി? അമ്മ എന്താ? അയ്യോ മോളെ, എനിക്ക് വെള്ളം വേണോ? ഞാൻ കൊണ്ടുവരാം. അയ്യോ എന്റെ ഈശ്വര, എന്റെ വീട് പോയല്ലോ. അമ്മേ, അമ്മേ, ദേ വെള്ളം കുടിക്ക്, വെള്ളം കുടിക്ക്. കുറച്ചുകൂടെ കുടിക്ക്, കുടിക്ക്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? അമ്മ ഉടൻ ജപ്തി നടപടികൾ ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ വീട് വിട്ട് ഇറങ്ങണമെന്ന്. ഇനി എന്ത് ചെയ്യും അമ്മേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആ ജയേഷ് സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷേ നിനക്കതിന് താല്പര്യമില്ലല്ലോ. അമ്മേ, അതെന്നെ വിവാഹം കഴിക്കാനുള്ള തന്ത്രം അമ്മേ. അത് നടക്കില്ല. പിന്നെ വെറുതെ ആരെങ്കിലും ഇത്രയും രൂപ തരുമോ? നിനക്ക് ജയേഷിനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ആരും നിർബന്ധിച്ച് വിവാഹവും നടത്തുന്നില്ല. പക്ഷേ ഒരാഴ്ചക്കകം 15 ലക്ഷം രൂപ നീ ഉണ്ടാക്കി തരണം. അമ്മ, 15 ലക്ഷം രൂപ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ? അതിനാണോ നിനക്ക് പറ്റാത്തത്? നിന്റെ ജീവന്റെ ജീവനല്ലേ അരുൺ. അപ്പോ അരുൺ സഹായിക്കട്ടെ. നീ അവനോട് ചോദിക്കേ. അല്ലെങ്കിൽ നിന്നെ ശ്രീകുട്ടിയെ രക്ഷിക്കേണ്ട ചുമതല അരുണിനുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കേ. അമ്മേ, അത് ശരിയാവില്ല. അമ്മേ, എന്താ ശരിയാവത്തെ? ശ്രീകുട്ടി അവന്റെ മോളല്ലേ? നിന്റെ കഴുത്തിൽ അവനല്ലേ താലി കെട്ടിയത്? അപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ഉറപ്പായിട്ട് അരുണിനുണ്ട്. എന്നാലും അമ്മ, അത് ഇനി വേറെ വഴിയില്ല മോളെ. ഒരാഴ്ച സമയമുണ്ട്. ഒന്നുകിൽ അരുൺ 15 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കേണ്ടി വരും. അരുൺ രൂപ തന്നില്ലെങ്കിൽ ജയേഷ് 15 ലക്ഷം രൂപ തരും. അത് അവൻ എനിക്ക് തന്നിട്ടുള്ള വാക്കാ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി ആ നിമിഷം പൊട്ടിച്ചെറിയണം. എന്നിട്ട് ഈ കഴുത്തിൽ ജയേഷ് ഒരു മിന്നു കെട്ടും. മനസ്സിലായോ? എനിക്ക് ഒരു കാര്യത്തിലും നിർബന്ധമില്ല. പക്ഷെ ഈ വീടും പറമ്പും ജപ്തി ചെയ്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലേ വീട്ടിൽ നിന്റെ അമ്മ, ഈ ഞാൻ തൂങ്ങി നിൽക്കും. അത് ഉറപ്പാ. അമ്മേ, ഞാൻ ആലോചിക്കാൻ സമയമുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നീയാ. നിന്നെയും കുഞ്ഞിനെയും അരുൺ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അരുൺ ജപ്തിയിൽ നിന്ന് ഈ വീട് സംരക്ഷിച്ചിരിക്കും. ഇല്ലെങ്കിൽ ആ നിമിഷം നീ ജയേഷിന്റെ ഭാര്യയാവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോ. അത് നടന്നിരിക്കും. ഞാൻ നടത്തിയിരിക്കും. നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയായി പറയുന്നേ. ഉറപ്പ്.
അമൃതേടത്തി, എടുത്തി ആദ്യം എങ്ങും പോവില്ല. അമൃതേടത്തി വിട്ട് ആദ്യം എങ്ങും പോവാനോ ആവില്ല. പക്ഷെ അമൃതേടത്തി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണോ? അക്കി എന്താ ഇങ്ങനെ പറയുന്നേ? ഒരിക്കലും അക്കിയും ശ്യാമയും ആദ്യേട്ടനെ എന്നല്ല ആരെയും ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതി, അത് മതി. അമൃതേടത്തിയുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക്. എടുത്തി ടെൻഷൻ ആവണ്ട. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിന് പുറപ്പെടാൻ തുടങ്ങിയതാ ഞാനും അഖിൽ സാറും. ആദ്യേട്ടൻ പിണങ്ങിപ്പോയതിലല്ല എന്റെ ഏറ്റവും വലിയ വിഷമം. എന്നാലും ഇത്രയും സ്നേഹമായിരുന്നിട്ടും ആദ്യേട്ടൻ നിങ്ങളെ രണ്ടുപേരും തെറ്റിദ്ധരിച്ചില്ലേ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ശരിക്കും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യേട്ടനെതിരായി ആദ്യേട്ടന് ദോഷം വരുന്ന എന്തെങ്കിലും ചിന്തിക്കൂ? ഞാൻ പറഞ്ഞിട്ടും ആദ്യേട്ടൻ അത് കേട്ടില്ലല്ലോ. എടുത്തി, അപ്പൊ എന്നോടുള്ള ആദ്യേട്ടന്റെ വിശ്വാസം അത്രേ ഉള്ളൂ? എടുത്തി, എന്റെ വാക്കിനും ആദ്യേട്ടൻ അങ്ങനെയാണോ വില കൽപ്പിച്ചിരിക്കുന്നത്? അപ്പോ എനിക്ക് ആദ്യേട്ടനോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിന് ഒരു വിലയും ഇല്ലേ? എടുത്തി, അതൊക്കെ ഓർക്കുമ്പോഴെനിക്ക് സഹിക്കാൻ പറ്റാത്ത. എടുത്തി, എടുത്തി സമാധാനം ഇരിക്കുക. എല്ലാം ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ടാ. ഓഫീസിൽ വെച്ച് സംഭവിച്ചത് ആദ്യേട്ടന് വല്ലാതെ ഇൻസൾട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാ. അമൃതേടത്തി വിഷമിക്കണ്ട. ഞാൻ ആദ്യേട്ടന്റെ അടുത്തേക്ക് പോവാം. എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. സർ, ഞാൻ എന്തായാലും ആദ്യേട്ടനെ വിളിച്ചു നോക്കാം. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഞാനും പലതവണ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. സാരമില്ല അമൃതേടത്തി. ആദ്യേട്ടൻ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല. കണ്ടുപിടിക്കാം. ശ്യാമ, ആ, ഞാനും വരാം. ആ, ഒന്നും എടുത്തി. വേണ്ട. അമൃതേടത്തി ഇവിടെ ഇരിക്കുക. ആദ്യേട്ടനായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. വാ. അക്കി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.